ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കാനുള്ള നീക്കമായി എന്നും വിവരങ്ങൾ മനസ്സിലാക്കുന്നു. ഭണ്ഡാരടുപ്പിനടുത്ത് നിന്ന് സ്മിത ഹരിദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സ്മിത, എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിപുണ്യമായ അതിപാവനമായ മുഹൂർത്തത്തിലേക്ക്, പൊങ്കാല മഹോത്സവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കും. നിങ്ങൾക്കറിയുന്ന കുംഭമാസത്തിലെ പൂരം നാളും പൗർണമി ഒത്തിയിരുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ 9:15 ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ശുദ്ധ പുണ്യാഗത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. സ്മിത ഹരിദാസ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരും. 9:45 പൊങ്കാല അടുപ്പ് വെട്ടി ചടങ്ങ് നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ പ്രതിനിധി സ്മിത ഹരിദാസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന്. പറയൂ സ്മിത. മറ്റൊരു ശബരിമലയാകുന്നു. അല്പസമയം മുൻപാണ് ശുദ്ധ പുണ്യാഹമെന്ന ആ പ്രധാനപ്പെട്ട ചടങ്ങ് അതിപ്പോൾ കഴിഞ്ഞത്. അത് ശ്രീകോവിലിൽ നിന്ന് ശുദ്ധ പുണ്യാഹവുമായി ഇവിടെ പണ്ടാര അടുപ്പിനടുത്ത് അരികത്തേക്ക് എത്തി. അതിനുശേഷം അത് ശുദ്ധപുണ്യാഹം ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുപ്പുകെട്ട ചടങ്ങാണ്. അടുപ്പുകെട്ട ചടങ്ങ് അത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ. അത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി പകരാനായി ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി തിടപ്പള്ളിയിൽ എത്തിച്ച് തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന് ഉടൻ തന്നെ അടുത്ത വലിയ തിടപ്പള്ളിയിലേക്ക് അഗ്നി പകരുന്നു. അതിനുശേഷം ഇവിടെ പ്രധാനപ്പെട്ട പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാനായി കൊണ്ടുവരുന്നു. അഗ്നി പകർന്നു കഴിഞ്ഞാൽ ഉടൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവരവരുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരാം. അതിനുള്ളൊരു സൂചന മുന്നറിയിപ്പായി കരിമരുന്ന് പ്രയോഗമുണ്ടാകും ഉച്ചത്തിലുള്ള. അതോടുകൂടി എല്ലാ അടുപ്പുകളിലും ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും എല്ലാമുള്ള പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്ന് തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയാകുമെന്ന് പ്രയോഗം, അത് അക്ഷരാർത്ഥത്തിൽ ആ പ്രയോഗം ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ഇപ്പോൾ മിനിസ്റ്റർ കുറ്റമറ്റതായി ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുത്ത പൊങ്കാല ഉത്സവം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അനുഗ്രഹം ചൊരിഞ്ഞു. നിയമമാണ്, അതുകൊണ്ട് വേറെ നിയമമാണ്, നിയമമണ്ഡലമാണ്. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ കാരണമുണ്ടെന്ന് അതാണ് സ്കാനിങ്. ഇവിടെ വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇപ്പൊ രാഷ്ട്രീയ ഭിന്നതകൾ ഏറെ ഉണ്ടാകും, പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. പക്ഷെ ഇവിടെ ആറ്റുകാലമ്മയുടെ മുന്നിൽ വന്നാൽ ഈ പൊങ്കാല ദിവസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും ചാണ്ടി ഉമ്മൻ MLA അവർ തോളത്ത് കൈയിട്ടിട്ടാണ് നിന്ന് നമ്മൾ ചാനലുകളോട് സംസാരിച്ചത്, മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പൊ ആ രീതിയിൽ വളരെ സുന്ദരമായ ചില നിമിഷങ്ങൾ അതിനും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ സാക്ഷിയാകാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാളയം ഇമാം പറഞ്ഞതുപോലെ എല്ലാ ജാതി മതസ്ഥരും തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഇവിടേക്ക് പൊങ്കാല ഇടാനായി എത്തുന്നവർക്കായി നമ്മുടെ വാതിലുകൾ തുറന്നു നൽകണം, എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കണം. അവർ നമ്മുടെ അതിഥികളാണ്, ആതിഥേയർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പൊങ്കാല ദിവസം എത്തുന്ന ഈ ചടങ്ങിനായി എത്തുന്ന എല്ലാ മന്ത്രിമാരാകട്ടെ MLA മാരാകട്ടെ ജനപ്രതിനിധികൾ പലരും പല രാഷ്ട്രീയ ചിന്തകളുള്ളവരുണ്ട്, പല ആശയങ്ങളിൽ വ്യത്യസ്തരായിട്ട് അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ എല്ലാവരും ഒരേ മനസ്സോടെയാണ്. ഇവിടെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. എല്ലാ ജനങ്ങളും ഇപ്പോൾ അല്പസമയത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ പ്രധാനപ്പെട്ട ചടങ്ങ്, ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഏറെ പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ചെണ്ടമേളം കേട്ടതിന് ശേഷം മാത്രം പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രത്യേക അനൗൺസ്മെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.